നമുക്ക് ഉറങ്ങാതിരിക്കുന്ന ഒരു ടീച്ചറമ്മയുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയം ഉറങ്ങാതിരിക്കാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടിരിക്കാനും കാഫർ പോലുള്ള സ്ക്രീൻഷോട്ടുകൾ ശരിക്ക് പ്രചരിക്കുന്നുണ്ടോ എന്ന് നോക്കാനും നമുക്ക് ഒരു ടീച്ചർ ഉറങ്ങാതിരിപ്പുണ്ട്. കെ ശൈലജ, കണ്ണൂരാണ്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടെയാണ്. അവരുടെ ഒരു പ്രസ്താവന ഇന്ന് വന്നത് പാർട്ടി നേതാക്കളും അണികളും ശൈലി മാറ്റണമെന്ന്. പാർട്ടി നേതാക്കളും അണികളും ശൈലി മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ അതിനെപ്പറ്റി ആലോചിക്കാം. ഒന്ന്, ഇപ്പോൾ തുടർന്നു വരുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയാണോ അല്ലേ എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് ശൈലിയാണെങ്കിൽ അത് മാറ്റേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം. രണ്ട്, കമ്മ്യൂണിസ്റ്റ് ശൈലി അല്ല നമ്മൾ പിന്തുടർന്ന് വന്നതെങ്കിൽ ശൈലജ ടീച്ചറെ പോലുള്ള ഒരാള് എന്തുകൊണ്ട് ഇത്രയും ദിവസം മൗനം പാലിച്ചു എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, ഹാട്രിക്കാണ് ഒരുമിച്ചടിച്ചത്. വടകരയിൽ തോറ്റു, ഇപ്പോ വീണ്ടും പേരാവൂരും. തുടർച്ചയായ പരാജയങ്ങൾ വരുമ്പോൾ അതെന്തുകൊണ്ട് വന്നു എന്ന് പഠിക്കണം എന്നാണ് പറഞ്ഞത്. പഠിക്കൂല, മറ്റുള്ളവർ പഠിക്കണം. കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രത്യേകത, അവര് പഠിക്കത്തില്ല. അവർക്ക് തെറ്റ് പറ്റിയിട്ടുമില്ല, ജനങ്ങൾക്ക് തെറ്റി. അവര് പഠിക്കണം. ആ തെറ്റിനെ പറ്റിയിട്ട് എന്ത് തെറ്റെന്ന് പഠിക്കണം. തെറ്റ് ചെയ്തവര് മാറണം എന്ന് ഓപ്പണായിട്ട് പറയാനുള്ള ആ ഒരു ഗട്സ് ഇല്ല. പകരം ശൈലി മാറ്റണം. എന്താ ശൈലി മാറ്റേണ്ടത്? പിണറായിയുടെ ശൈലി മാറ്റണമെങ്കിൽ പിണറായിയുടെ ശൈലി മാറ്റണം എന്ന് പറഞ്ഞാൽ പോലെയാണ്. ശൈലി മാറ്റിയില്ല. അപ്പോൾ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ ശ്രീമതി ടീച്ചറെ നടുക്കിയെന്ന് മാത്രമല്ല, രാഷ്ട്രീയത്തിൽ നിന്ന് അവരെ പുറത്താക്കത്തക്ക രീതിയിലാണ് കഴിഞ്ഞ പരാജയങ്ങൾ അവരെ നയിക്കുന്നത്. എന്തായാലും കേരളം വളരെ ഊഷ്മളമായ വികാരത്തോടെ ടീച്ചറമ്മ എന്ന് വിളിച്ച ആ സ്ത്രീ കാഫർ പോലുള്ള ഒരു സ്ക്രീൻഷോട്ട് ഇറക്കി ഷാഫി പറമ്പിലിനെ തറ പറ്റിക്കാൻ വേണ്ടിയിട്ട് തറവേല കാണിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. പിന്നെ അശ്ലീല വീഡിയോ, കുഴഞ്ഞു വീഴല്, ജനങ്ങളുടെ ഇടയിൽ ബോധം കെടല്, അഭിനയത്തിലും ഒരു ഓസ്കാറിനുള്ള എല്ലാ അർഹതയുള്ള ഒരു സ്ത്രീയാണ് ശ്രീമതി ശൈലജ ടീച്ചർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഈ ശൈലി മാറ്റണം എന്ന് പറയുന്നതിന്റെ അർത്ഥം ശൈലി മാറ്റിയില്ലെങ്കിൽ നേതാക്കളെ തന്നെ മാറ്റണം എന്നാണ്. അതായത് കഴിഞ്ഞ മന്ത്രിസഭയിൽ രണ്ടാമതായിട്ട് കയറാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് നടന്നില്ല എന്ന് മാത്രമല്ല, വെട്ടി ഒതുക്കി ഒരു മൂലക്കിരുത്തിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരവും കൊടുത്തില്ല എന്നുള്ളത്. ഇത് പാർട്ടിയുടെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തെ ഈ രീതിയിൽ അവഗണിച്ച് പുറത്തു നിർത്തിയത് അവർക്ക് ഒരിക്കലും സഹിക്കാൻ സാധിച്ചിട്ടില്ല. ഒന്നുകിൽ പാർട്ടി വിട്ടുപോവുക, അല്ലെങ്കിൽ പാർട്ടിയുടെ ശൈലി മാറുക എന്നുള്ള ഒരേ ഒരു മാർഗം മാത്രമേ ശൈലജ ടീച്ചറുടെ മുന്നിൽ. നന്ദി, നമസ്കാരം.